إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യരാശിയെ പടച്ചത് അതിനു പിന്നിൽ വ്യക്തമായ ഒരു യുക്തിയുണ്ട്. നമ്മളെ ആരെയും അല്ലാഹു വെറുതെ പടച്ചതല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പറയുന്നു, ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും പടച്ചിട്ടില്ല എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും പടച്ചിട്ടില്ല എന്ന് അല്ലാഹു പറയുന്നു. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് വ്യക്തമായ മാർഗദർശനം കാട്ടിത്തരുവാൻ നബിമാരെയും റസൂലുമാരെയും ദുനിയാവിലേക്ക് അയച്ചു. ഇരുവാർന്ന ജീവിതം നയിച്ച ആളുകളെ സത്യമാം വെളിച്ചത്തിലേക്ക് അവർ വഴികാട്ടി. അല്ലാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. ഇതാ എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചു. എന്തിനു വേണ്ടിയാണ്, എന്ത് പറയാൻ വേണ്ടിയാണ് അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് അയച്ചത്? അനിഅ്ബുദുല്ലാഹ്, അല്ലാഹുവെ മാത്രം നിങ്ങൾ ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, അവന് പുറമേയുള്ള ദുർമൂർത്തികളെ നിങ്ങൾ വെടിയണം എന്ന് പറയാൻ റസൂലുമാരെ അല്ലാഹു നിയോഗിച്ചു. സഹോദരങ്ങളെ, നമ്മൾ ജനിച്ചു, ഇനി നമുക്കൊരവധിയുണ്ട്. എല്ലാ മനുഷ്യർക്കും അല്ലാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ഭൂമുഖത്തുള്ളതെല്ലാം തന്നെ നശിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു മൻ അലൈഹാ ഫാൻ, ഭൂമുഖത്തുള്ളതെല്ലാം തന്നെ നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മാത്രം ബാക്കിയാകുമെന്ന് റബ്ബ് നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്, റസൂലേ, അങ്ങേക്ക് മുൻപ് ഒരാൾക്ക് പോലും ശാശ്വതമായ ഒരു ജീവിതം നാം നൽകിയിട്ടില്ല. അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, അങ്ങ് മരണപ്പെടുകയും അങ്ങ് വഫാത്താവുകയും മറ്റുള്ള ആളുകൾ ശാശ്വതരായി ഈ ദുനിയാവിൽ ജീവിക്കുമെന്ന് ആണോ അവർ കരുതുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറഞ്ഞ കാര്യം അറിയിച്ചു തരുന്നു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, മനുഷ്യരാശിയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, മരണം അവർ മരിക്കുക തന്നെ ചെയ്യുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഓരോ അടിമയും ദാറുൽ അമൽ,
അഥവാ ഈ ദുനിയാവിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതായ ഗേഹത്തിൽ നിന്ന് ദാറുൽ ജസായിലേക്ക് പ്രതിഫലം ലഭിക്കുന്ന ആ ഗേഹത്തിലേക്ക് അഥവാ പരലോകത്തേക്ക് അവർ ഇവിടെ നിന്നും യാത്ര പോകേണ്ടവനാണ്. അതിനാൽ അള്ളാഹു നമുക്ക് ദുനിയാവിൽ തന്നെ പല പാഠങ്ങളും ഉൾക്കൊള്ളുവാൻ വേണ്ടി ഇവിടെ വെച്ച് തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഉറ്റാലോചിക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് അങ്ങനെയുള്ള ഗുണപാഠങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നിശ്ചയിച്ചു തന്നു. അങ്ങനെയുള്ള ഒരു ഗുണപാഠങ്ങളിൽപ്പെട്ട ഒരു പാഠമാകുന്നു സഹോദരങ്ങളെ ദിനരാത്രങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോവുക എന്നുള്ളത്. ദിനരാത്രികൾ പെട്ടെന്ന് കഴിഞ്ഞു പോവുക എന്നുള്ളത് റബ്ബ് നമുക്ക് ഇവിടെ വെച്ച് തന്ന ഒരു ഗുണപാഠമാണ്. മാസങ്ങളും വർഷങ്ങളും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോവുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാഠം ഉൾക്കൊള്ളാൻ ഏറ്റവും വലിയ കാരണമാകുന്ന കാര്യമാണ് ദിനരാത്രങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോവുക എന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവലം നുഅമ്മിറുകും, നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ, നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ, മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനോളം നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ, വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരനും വന്നില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നദീർ എന്ന് പറയുന്നതിന് ചില മുഫസ്സിരീങ്ങൾ, ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അവർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. നദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വരുന്ന നരയാണ്, മനുഷ്യന് ബാധിക്കുന്ന നരയാണ് എന്നുള്ളത് മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം. അതിനാൽ സഹോദരങ്ങളെ, നര ബാധിച്ച ആളുകളെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സമയം ഇത് അടുത്തിരിക്കുന്നു, നമ്മുടെ സമയം ഇത് അടുത്തിരിക്കുന്നു. അതിനാൽ നരബാധിച്ച ആളുകൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സമയം ഇത് എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി യുവാക്കളെ, നിങ്ങളും എന്ത് ചെയ്യേണ്ടതില്ല, വയസ്സായാലേ മരിക്കൂ എന്നത് ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ എടുത്തു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയെത്ര യുവാക്കളാണ് മരിച്ചു പോകുന്നത്, എത്രയെത്ര യുവാക്കളാണ് നമ്മൾ ഇതാ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നു. യുവാക്കൾ ഇതാ അറ്റാക്ക് വന്നുകൊണ്ടും അതുപോലെയുള്ള മാരക രോഗങ്ങൾ വന്നുകൊണ്ടും മരിച്ചു പോകുന്നു എന്നുള്ളത്. പണ്ടൊക്കെ സഹോദരങ്ങളെ, അറ്റാക്ക് എന്നുള്ളത് വളരെ പ്രായമായ ആളുകൾക്ക് വരുന്ന കാര്യമായിരുന്നു. എന്നാൽ ഇതാ കാര്യം മാറി മറിഞ്ഞിരിക്കുന്നു. അതിനാൽ സഹോദരങ്ങളെ, മരണം എന്നുള്ളത് നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളിതാ പുതുവത്സരം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ബാക്കിയുള്ള ദിവസങ്ങൾ പോലെ തന്നെയാണ് ഈ ഒരു ദിവസവും. പ്രത്യേകമായ ഒരാഘോഷമോ അതുപോലെ തന്നെ പ്രത്യേകമായ ആഹ്ലാദമോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനില്ല. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ടേ രണ്ട് ആഘോഷങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നത്. അതിനാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും അവന്റെ ആയുസ് അത് കഴിഞ്ഞു പോകുന്നു എന്നതാണ് അവൻ മനസ്സിലാക്കേണ്ടത്. പരലോകത്തേക്കുള്ള യാത്ര അതടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവൻ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ആയുസ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലരെങ്കിലും പറയുന്നതായി കാണാം, എന്റെ വയസ്സിത കൂടിക്കൊണ്ടിരിക്കുന്നു. ശരി തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളുടെ ദുനിയാവിലുള്ള ആയുസ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാസ്തവം. അതിനാൽ സഹോദരങ്ങളെ, നമ്മളിൽ ചില ആളുകളെങ്കിലും പറയാറില്ലേ, അവരിത് ആഘോഷിക്കുകയാണ്. ഇങ്ങനെ ഓരോ പുതുവത്സരം വരുമ്പോൾ അവർ ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ സങ്കടപ്പെടുകയാണ് ചെയ്യേണ്ടത്. ദുനിയാവിൽ അവരിതാ വീഴ്ച വരുത്തിയ കാര്യങ്ങളിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു കവി പറഞ്ഞില്ലേ, ഇന്നാ ലനഫ്റഹു ബിൽ അയ്യാമി നഖ്തഉഹാ വകുല്ലു യൗമിൻ മലാ യുദ്നി മിനൽ അജ്ലി. എന്താണ് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ആളുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും അവരിങ്ങനെ ആഹ്ലാദത്തിലാണ്. ഒരു ദിവസം കഴിഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞിങ്ങനെ ആഹ്ലാദിക്കുകയാണ്. എന്നാൽ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അവന്റെ ആയുസ്സിനോട് അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അവന്റെ ആയുസ്സിനോട് അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഫഅമൽ ലിനഫ്സിക ഖബ്ലൽ മൗതി മുജ്തഹിദൻ, നിന്റെ മരണം വന്നെത്തുന്നതിന് മുൻപ് നീ അതീവ പരിശ്രമം കാട്ടിക്കൊണ്ട് സൽപ്രവൃത്തി ചെയ്യണം. അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ട് നീ സൽപ്രവൃത്തി ചെയ്യണം. കാരണം സഹോദരങ്ങളെ, ഫഇന്നമർ റിബ്ഹു വൽ ഖുസ്റാനു ഫിൽ അമലി, യഥാർത്ഥത്തിലുള്ള ലാഭവും യഥാർത്ഥത്തിലുള്ള നഷ്ടവും ഒരുവന്റെ പ്രവൃത്തി അനുസരിച്ചാണ്. അഥവാ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൽപ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാഭം കൊയ്ത ആളുകളാണ്. നമ്മളിതാ നമ്മുടെ പ്രവൃത്തികളിൽ തിന്മയും അതുപോലെ തന്നെ വീഴ്ചകളുമാണ് വരുത്തിയിരിക്കുന്നത് എങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള നഷ്ടം എന്ന് കവി പറഞ്ഞതുപോലെ നമ്മൾ ആ കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മരണം എന്നുള്ളത് ഒരു മുന്നറിയിപ്പുകാരൻ നമുക്ക് വന്നുകൊള്ളണമെന്നില്ല. നീ നാളെ മരിക്കുമെന്ന് നിന്നോട് പറയുകയില്ല. അതല്ല എങ്കിൽ നിനക്ക്
ഒരു രോഗം വന്ന് അതിന്റെ മുഖദ്ദിമാത്തുകൾ, അതിന്റെ ആമുഖങ്ങൾ നിനക്ക് വന്നുകൊള്ളണമെന്നില്ല. ഒരുപക്ഷെ പൊടുന്നനെയായിരിക്കും നിന്റെ മരണം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ ഓരോ ആളുകളും എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരാൾക്കും അറിയുകയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയി അർളിൻ തമൂത്, ഓരോ ആളുകളും ഏത് ദേശത്ത് ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുക എന്നുള്ളത് അവൻ അറിയുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആലോചിക്കേണ്ട കാര്യം, മരണം വന്നെത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ റബ്ബ് സുബ്ഹാനഹു വ തആല സമയം നീട്ടിത്തരികയില്ല. എനിക്കൊരു സെക്കൻഡ് കൂടി വേണം റബ്ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സമയം നീട്ടിത്തരികയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഇതാ ഒരാളുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ, അവന്റെ മരണം എത്തിക്കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് അവധി നീട്ടിക്കൊടുക്കുകയില്ല എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ, അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണത്തിലേക്ക് നമ്മൾ അടുക്കുന്നു എന്നതാണ്. അതിനാൽ മരണചിന്ത വർദ്ധിപ്പിക്കുക. എന്തിനാണ് പ്രിയപ്പെട്ടവരെ മരണചിന്ത നമ്മൾ വർദ്ധിപ്പിക്കുന്നത്? ദുനിയാവിൽ എന്തെങ്കിലും നേട്ടങ്ങൾ നേടാനാണോ? മണിമാളികകളും സ്ഥാനമാനങ്ങളും നേടിയെടുക്കാനാണോ? ചിലരെങ്കിലും പറയുന്നതായി കാണാം, നമ്മൾ ദുനിയാവിൽ ഒരു തവണ ജീവിക്കുകയുള്ളൂ. യു ഓൺലി വൺ ലിവ്സ്, നീ ഒരു സമയത്ത് മാത്രമേ നീ ജീവിക്കുകയുള്ളൂ, നിനക്കിനി പരലോക ജീവിതമില്ല. അതിനാൽ ഹലാലോ ഹറാമോ നോക്കാതെ നീ ദുനിയാവിൽ അടിച്ചുപൊടിച്ച് ജീവിക്കണം. അതിനാൽ നീ മരണചിന്ത ആലോചിക്കണം. മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇത് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. മരണം ഇതാ വന്നു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്ന് പോകും, അതിനുശേഷം നിനക്കൊരു ജീവിതമില്ല എന്ന് ചില ആളുകൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എത്ര നിരർത്ഥകമായ ഒരു വാദമാണ് അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടില്ലേ അയ്യുൽ മുഅ്മിനീന അകിയസ്, അയ്യുൽ മുഅ്മിനീന അകിയസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, റസൂലേ, മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ആരാണ് റസൂലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കൊടുത്ത ഉത്തരം ധാരാളം സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കുന്നവനാണ് എന്നാണോ? അതല്ലെങ്കിൽ ദുനിയാവിൽ സ്ഥാനമാനങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നവനാണ് എന്നാണോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടിയായി പറഞ്ഞില്ലേ അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ പറ്റി ധാരാളമായി ഓർക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ. അങ്ങനെ ഓർത്തിങ്ങനെ ഇരിക്കാനാണോ? അല്ല. വഅഹ്സനുഹും ലഹു ഇസ്തിഅദാദാ, അതിനുവേണ്ടി പണിയെടുക്കുന്നവൻ, അവന് വരുന്ന മരണം, അത് കഴിഞ്ഞാലുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ, അവനാണ് യഥാർത്ഥ ബുദ്ധിമാനാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അവിടുത്തെ ഖലീഫയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ, ഇതാ ദുനിയാവിതാ അത് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അഥവാ ദുനിയാവിന്റെ ദിവസങ്ങൾ അത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വർത്തഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ഇതാ നിന്റെ അടുത്തേക്ക് ആഖിറം പരലോകം വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണിത്. ദുനിയാവിതാ അത് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആഖിറമാകട്ടെ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുന്നു. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിനും അതുപോലെ തന്നെ പരലോകത്തിനും ചില മക്കളുണ്ട്. എന്താണ് സഹോദരങ്ങളെ അത് പറഞ്ഞു കഴിഞ്ഞാൽ? ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളും ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുമുണ്ട്. എന്നിട്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക, നിങ്ങൾ പരലോകത്തിന്റെ മക്കളാവുക. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകാൻ പാടില്ല. അഥവാ സഹോദരങ്ങളെ, ഹലാലോ ഹറാമോ നോക്കാതെ എന്റെ കാര്യം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളെ ഉൾപ്പെടാതെ സ്വന്തം കാര്യം നോക്കേണ്ടത് ഏത് വിഷയത്തിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെ തന്നെയും നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അതേ സഹോദരങ്ങളെ, പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്കാണ് ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്നേ ദിവസം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ദിവസമുണ്ടല്ലോ, അത് നമുക്ക് പ്രവർത്തിക്കാനുള്ള ദിവസമാണ്. അതിൽ നമ്മൾ പ്രവർത്തിക്കാനുള്ള ദിവസമാണ്. നാളെ ഒരു ദിനം വരാനുണ്ട്. നാളെ
ഒരു ദിനം വരാനുണ്ട്, വഗദൻ ഹിസാബുൻ വലാ അമൽ, അന്നേ ദിവസം നമുക്ക് വിചാരണയാണ്. നീ ചെയ്ത ഓരോ കാര്യങ്ങളുണ്ടല്ലോ, നീ പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളുമുണ്ടല്ലോ, നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അതിനെപ്പറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യും. അതിനാൽ സഹോദരങ്ങളെ, ഈ ദിവസം മുതലെടുക്കണമെന്ന് മഹാനായ സഹാബി അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ അവസ്ഥകൾ മാറി മറിയുകയാണ്. നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ആരോഗ്യം അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെയുള്ള അവസ്ഥയല്ല നമുക്ക് ഇന്നുള്ളത്. അതിനാൽ നമ്മുടെ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആരോഗ്യം അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരോഗ്യം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയുള്ള ആരോഗ്യാവസ്ഥയല്ല നമുക്ക് ഇന്നുള്ളത്. അതിനാൽ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളുടെ യുവത്വം, നമ്മളുടെ യുവത്വം അത് നമ്മൾ മുതലെടുക്കണം. ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും ഉണർവുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുവത്വമാണ്. അത് യുവത്വമാണ്. ഒരാൾ യുവത്വത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നേരാവണ്ണം സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയാണെങ്കിൽ, അവസാന ഘട്ടത്തിൽ ആയുസ് അല്ലെങ്കിൽ വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും. സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, എനിക്ക് രാത്രി കാലങ്ങളിൽ ധാരാളം ആയത്തുകൾ പാരായണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് രാത്രി നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നുണ്ട് എന്റെ ഈ വാർദ്ധക്യ ഘട്ടത്തിൽ. എന്താണ് അതിനുള്ള കാരണം? യുവത്വത്തിൽ ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചിരുന്നു, അല്ലാഹു പറഞ്ഞ കൽപ്പനകൾ ഞാൻ പാലിച്ചിരുന്നു, അവിടുന്ന് വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ, അവൻ വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഞാനിത് അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരമായി പറയുന്ന കാര്യമല്ല. അവിടുന്ന് ഓതുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീ പറയണം എന്ന ആയത്ത് ഓതിക്കൊണ്ട് യുവാക്കളിലേക്ക് നോക്കിക്കൊണ്ട് സലഫുകൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ളവരെ, നടക്കാൻ സാധിക്കുന്നവരെ, എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നവരെ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് മുന്നിടുക, സൽപ്രവൃത്തിയിലേക്ക് മുന്നിടുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവർ ഒരിക്കലും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇരുന്ന് നിസ്കരിക്കുന്നതല്ല. അവരുടെ മനസ്സിലുള്ള ആഗ്രഹം, എനിക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് റബ്ബിന് നിസ്കരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്ന ആളുകളാണ്. അവർ ആരും തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരല്ല. അവരുടെ ആഗ്രഹം, അവരുടെ മനസ്സിലുള്ള ആഗ്രഹം, എനിക്ക് റബ്ബിന് വേണ്ടി നിന്നുകൊണ്ട് 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്ന ആളുകളാണ്. അതിനാൽ ആരോഗ്യം നൽകപ്പെട്ടവരെ, അതുപോലെ തന്നെ സുഖം ലഭിച്ച ആളുകളെ, നിങ്ങൾ റബ്ബിലേക്ക് മുന്നിടുക, അള്ളാഹുലേക്ക് മുന്നിടുക. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരവസ്ഥ വരാനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് മുൻപ് ആ 5 കാര്യങ്ങളെ നിങ്ങൾ മുതലെടുക്കുക. അവിടുന്ന് പറയുകയാണ്, ശബാബക ഖബ്ല ഹറമിക്, നിങ്ങൾക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ യുവത്വത്തെ മുതലെടുക്കുക. നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ മുതലെടുക്കുക. പ്രായം ഒന്ന് കുറച്ച് കഴിയട്ടെ. എല്ലാ സഹോദരങ്ങളെ, ചില ആളുകളെങ്കിലും സുബ്ഹാനല്ലാഹ് പറയുന്നതായി കാണാം, നീ യുവാവല്ലേ, ഇവിടെ ഒരു ഫായിദ ഉണ്ടാകുമെന്ന് കരുതി പറയുന്ന ആൾ. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നീ ചെറുപ്പക്കാരനല്ലേ, ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ടോ, കുറച്ചുകൂടി പ്രായം കഴിയട്ടെ എന്നൊരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യുവത്വം നീ മുതലെടുക്കണം. ആരുടെ വാക്കിനേക്കാളും നമ്മൾ മുന്തിക്കേണ്ടത് നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെയാണ്. റസൂൽ പറയുകയാണ്, നമ്മളോട് ഏറ്റവും ഗുണകാംക്ഷയുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യുവത്വത്തെ നീ മുതലെടുക്കണം. നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുന്നോടിയായിക്കൊണ്ട് നീ യുവത്വത്തെ മുതലെടുക്കണം. വീണ്ടും അവിടുന്ന് പറയുകയാണ്, വസിഹതക ഖബ്ല സഖമിക്, നിനക്ക് രോഗം വരുന്നതിന് മുൻപ് നീ നിന്നോട് ആരോഗ്യം അത് മുതലെടുക്കണം. നിനക്ക് ലഭിച്ച ഈ ആരോഗ്യമുണ്ടല്ലോ, അത് നീ മുതലെടുക്കണം. അവിടുന്ന് പറയുകയാണ്, വഗിനാക ഖബ്ല ഫഖരിക്, ദാരിദ്ര്യം വരുന്നതിന് മുന്നോടിയായിക്കൊണ്ട് നിന്റെ ധന്യതയെ നീ മുതലെടുക്കണം. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിനക്ക് കിട്ടുന്ന ഒഴിവ് സമയം, നിനക്ക് കിട്ടിയ ഈ ഒഴിവ് സമയം അത് നിനക്ക് വ്യാപൃതി വരുന്നതിന് മുൻപേ അതും നീ മുതലെടുക്കണം. വഹയാതക ഖബ്ല മൗതിക്, എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി പറയുകയാണ്, നിന്റെ ഈ ആയുസ്സുണ്ടല്ലോ, നിനക്ക് ലഭിച്ച ഈ ആയുസ്സുണ്ടല്ലോ, അത് നിന്റെ മരണം വരുന്നതിന് മുന്നോടിയായിക്കൊണ്ട് നീ മുതലെടുക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയും അതുപോലെ തന്നെ ഓരോ തിന്മകളും അതിന് കൃത്യമായി നമുക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. എന്താണ് സഹോദരങ്ങളെ, റബ്ബിനെ അനുസരിച്ചുകൊണ്ട് സൽപ്രവൃത്തി ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്
മതിയെങ്കിൽ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്? എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്? വമ്പിച്ച വിജയമാണ്. വല്ലാഹി സുമ്മത്തല്ലാഹ്, നമുക്ക് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വമ്പിച്ച വിജയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. റബ്ബ് സുബ്ഹാനഹു വ തആല അദൃശ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ച ആളുകൾ അവർ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അവർ സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വാതിലുകൾ മലർക്കെ തുറക്കപ്പെടും. അവർ തുറക്കേണ്ടതില്ല, ആ ഒരു പ്രയാസം പോലുമില്ല. സ്വന്തമായി അവർ വാതിൽ തുറക്കേണ്ടതില്ല, അവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടും. നോക്കൂ സഹോദരങ്ങളെ, ആദരവ്, അവർക്കുള്ളത് ആദരവാണ്. അവർക്ക് വേണ്ടി ഇതാ ആ വാതിലുകൾ തുറക്കപ്പെടും. എന്നിട്ട് അവിടെയുള്ള കാവൽക്കാർ എന്താണ് പറയും? വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും. അവിടെയുള്ള കാവൽക്കാർ അവരോട് പറയുമെന്നാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനവും ശാന്തിയുമാണുള്ളത്. തിബ്തും, നിങ്ങൾ നന്മ പ്രവർത്തിച്ചിരിക്കുന്നു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ഇതാ ശാശ്വതരായിക്കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അപ്പോൾ സ്വർഗ്ഗക്കാർ, ആ സമയത്ത് സ്വർഗ്ഗക്കാർ എന്താണ് പറയുക? വഖാലുൽ ഹംദുലില്ലാഹ്, അല്ലാഹുനാകുന്നു സർവസ്തുതിയും, അല്ലാഹുനാകുന്നു സർവസ്തുതിയും. എന്താണ് കാരണം? അല്ലദീ സദഖനാ വഅദ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വാഗ്ദാനം അതിതാ പാലിച്ചിരിക്കുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, വഔറസനൽ അർള നതബവഅ മിനൽ ജന്നതി ഹൈസു നശാ, ഇതാ സ്വർഗ്ഗത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കഴിയാനും നമുക്ക് പാർക്കാനും ഭൂമി ഒരുക്കി തന്ന റബ്ബ് സുബ്ഹാനഹു വ തആലക്കാകുന്നു സർവസ്തുതിയും. ഫനിഅമ അജ്റുൽ ആമിലീൻ, സൽപ്രവൃത്തി ചെയ്ത ആളുകൾക്കുള്ള പ്രതിഫലം എത്ര മനോഹരമാണ് എന്ന് സ്വർഗ്ഗക്കാർ പറയും. അതിനാൽ പ്രിയപ്പെട്ടവരെ, മുതലെടുക്കുക, കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തുക. റബ്ബിന് തൃപ്തിയുള്ള കാര്യങ്ങളിൽ ജീവിച്ചു മരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഇനി സഹോദരങ്ങളെ, നേരെ തിരിച്ചാണ് കാര്യമെങ്കിലോ മോശമായ പ്രവൃത്തിയിലും അലംഭാവത്തിലും അശ്രദ്ധയിലുമാണ് നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടിയതെങ്കിൽ അവർ നഷ്ടക്കാരുടെ, ഖേദിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നില്ലേ? അല്ലാഹു പറയുകയാണ്, നരകക്കാർ നാളെ പറയുമെന്നാണ്, അൻ തഖൂല നഫ്സു യാ ഹസ്റത, എന്റെ നാശമേ എന്ന് വിളിച്ചവർ ഖേദിക്കും. അവർ ഇങ്ങനെ അലമുറയിട്ട് കരയും. എന്നിട്ട് പറയുകയാണ്, അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ. വഇൻ കുൻത ലമിന സാഖിരീൻ, ഞാൻ കളിയാക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു, ഞാൻ ഇങ്ങനെ ആളുകളെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. നല്ല രൂപത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് നടക്കുന്ന ആളുകളെ കണ്ടാൽ അവർ പറയുകയാണ്, ഓ ഇവർ മാത്രം വലിയ നല്ല ആളുകൾ. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചവരായിരുന്നു. ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ, അല്ലാഹു എന്നെ ഹിദായത്തിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ഹിദായത്തിലായേനെ എന്നിങ്ങനെ ഓരോ കാരണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവർ ഇങ്ങനെ ചോദിക്കും. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. തീർന്നോ? ഇല്ല. ഔ തഖൂല ഹീന തറൽ അദാബ്, അവർ ശിക്ഷ കണ്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, ലൗ അന്നലി കറ, റബ്ബേ എനിക്കൊരവസരം കൂടി, റബ്ബേ എന്നെ ദുനിയാവിലേക്ക് ഒന്നുകൂടി തിരിച്ചയക്കണമേ, എനിക്കൊരവസരം കൂടി തരണമേ. എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? ഫഅകൂന മിനൽ മുഹ്സിനീൻ, എനിക്ക് നന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെ നന്മ ചെയ്യണം റബ്ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് കൊടുക്കുമോ അവർക്ക്? റബ്ബ് അവർക്ക് വീണ്ടും ഒരവധി കൊടുക്കുമോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. അതിനാൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയുന്ന ആളുകളുടെ ആഗ്രഹം, അവർ ആഗ്രഹിക്കുന്ന കാര്യം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോ ആളുകളും. ആയുസ് ലഭിച്ച ആളുകൾ, ഈ ഒരു കാര്യം ലഭിച്ച ആളുകളാണ്. ഖബറാളികൾ കൊതിക്കുന്ന കാര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, സമയം അത് പോയിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് വേണ്ടി അത് നിൽക്കുകയില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിക്കുക, റബ്ബിലേക്ക് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ നമുക്ക് ലഭിച്ച ആയുസ്സും അതുപോലെ തന്നെ ആരോഗ്യവുമെല്ലാം ഒരു ഭയാനകമായ ദിവസത്തിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നതാണ്.
എന്താണ് സഹോദരങ്ങളെ ആ ദിവസത്തിന്റെ ഭയാനകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ. നിങ്ങളുടെ കൂട്ടത്തിലെ ഓരോ ആളുകളും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നേർക്കുനേർ സംസാരിക്കുന്നത് തന്നെയാണ്. അള്ളാഹുവോട് നിങ്ങൾ സംസാരിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ. നിങ്ങൾക്കും റബ്ബിനുമിടയിൽ ഒരു പരിഭാഷകനോ ഒരാവശ്യക്കാരനോ ഇല്ലാതെ നിങ്ങൾ റബ്ബിനോട് നേരിട്ട് തന്നെ സംസാരിക്കും. നേരിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സംസാരിക്കും. റബ്ബ് നിങ്ങളോട് സംസാരിക്കും. എന്നിട്ട് പറയുകയാണ്, ഫയൻദുറു അയ്മന മിൻ. ഈ അടിമ അവന്റെ വലതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. അവൻ ചെയ്ത പ്രവർത്തികളാണ് അവൻക്ക് വലതുവശത്ത് കാണാൻ സാധിക്കുക. വയൻദുറു അശ്അമ മിൻ. അവൻ അവന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. അവൻ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് ആ പ്രവൃത്തിയാണ് ഇടതുഭാഗത്തും കാണാൻ സാധിക്കുക. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം ഫലാ യറാ ഇല്ലാ അന്നാറ തിൽഖാഅ വജ്ഹി. അവന്റെ മുഖമുള്ള ഭാഗം അഥവാ നേർക്കുനേർ നോക്കിക്കഴിഞ്ഞാൽ കത്തിജ്വലിക്കുന്ന നരകം അവൻ കാണുക തന്നെ ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തരികയാണ്, മുൻപിലുള്ള സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഫത്തഖുന്നാർ, നരകത്തെ സൂക്ഷിക്കണം. നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, അതിലേക്ക് നിങ്ങൾ പോകാതിരിക്കണം. എന്താണ് സഹോദരങ്ങൾ നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഭയാനകത? നമുക്കറിയുന്നതാണ്. അതിൽ ഏറ്റവും ചെറിയ ശിക്ഷ പോലും നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. വലോ ബിശിഖ്ഖി തംറ, ഈത്തപ്പഴത്തിന്റെ ഒരു ചീള് കൊണ്ടെങ്കിലും നരകത്തെ തൊട്ട് നിങ്ങളുടെ നഫ്സിനെ, നിങ്ങളെ തന്നെ നിങ്ങൾ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. വലോ ബികലിമത്തിൻ ത്വയ്യിബ, ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ നല്ല വാക്ക് പറഞ്ഞെങ്കിലും നിങ്ങൾ നരകത്തെ തൊട്ട് ഓടി അകലണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് നമുക്ക് വരാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് നരകമെന്നും എന്താണ് സ്വർഗ്ഗമെന്നും ഉള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി നമ്മൾക്ക് കാണാം, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരടിമക്ക് അവന്റെ കാൽപാദം മുന്നോട്ടേക്ക് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്, അവന്റെ ആയുസ് അവൻ എന്തിലാണ് തുലച്ചു കളഞ്ഞത്, അവന് ലഭിച്ച ആയുസ് ഏത് കാര്യത്തിലാണ് അവൻ തുലച്ചു കളഞ്ഞത് എന്ന് റബ്ബ് ചോദിക്കും. നിനക്ക് ഞാൻ 25, 30, 40 വയസ്സ് തന്നില്ലേ, നീ എന്താണ് ചെയ്തത്? നിന്റെ ഈ ആയുസ് കൊണ്ട്, ഞാൻ നൽകിയ ഈ അനുഗ്രഹമായ ആയുസ് കൊണ്ട് നീ എന്താണ് ചെയ്ത് തീർത്തത് എന്നൊരു ചോദ്യം അഭിമുഖീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും നിൽക്കാനുണ്ട്. അതിനു മുൻപിൽ, ആ ചോദ്യത്തിന് മുൻപിൽ നിൽക്കാനുണ്ട്. തീർന്നോ സഹോദരങ്ങളെ? ഇല്ല. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വഅൻ ഇൽമിഹി ഫീമാ ഫഅല ഫീഹി, നീ പഠിച്ച അറിവുണ്ടല്ലോ അതനുസരിച്ച് നീ എന്താണ് പ്രവർത്തിച്ചത്? നീ പല കാര്യങ്ങളും ഈ ദീനിനെ കുറിച്ച് കേട്ടല്ലോ, അതനുസരിച്ച് നീ എന്താണ് പ്രവർത്തിച്ചത്? നീ കേട്ടല്ലോ ഇന്ന കാര്യം ചെയ്യരുത് എന്ന്, അതനുസരിച്ച് നീ ചെയ്തോ? അതല്ല എങ്കിൽ പറഞ്ഞ കാര്യം നീ ചെയ്തോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വീണ്ടും സഹോദരങ്ങളെ ചോദ്യമുണ്ട്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹ. നമ്മൾ ഓരോ ആളുകളും, പ്രത്യേകിച്ച് കച്ചവടക്കാർ, ചിന്തിക്കേണ്ട വാക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നീ നിന്റെ സമ്പാദ്യം അതെവിടെ നിന്നാണ് സമ്പാദിച്ചത്? നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത്? ഹലാലായ മാർഗമാണോ? അൽഹംദുലില്ലാ, നീ രക്ഷപ്പെടും. അതല്ല റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുള്ള ഹറാമായ കാര്യങ്ങളിൽ നിന്നാണ് നീ സമ്പാദിച്ചതെങ്കിൽ നിന്റെ കാര്യം കഷ്ടത്തിലായിരിക്കും. അത് മാത്രമല്ല, നീ എവിടെ അത് ചിലവഴിച്ചു, നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ചിലവഴിച്ചത് എന്ന ചോദ്യവും നിനക്ക് വരാനുണ്ട്. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി ചോദിക്കുന്നു, അല്ലെങ്കിൽ ചോദിക്കുമെന്ന് പറയുകയാണ്, വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ, അവന്റെ ശരീരം എന്ത് കാര്യത്തിലാണ് അവൻ കഴിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ഇതാ നമ്മൾ ആലോചിക്കുന്നില്ലേ, നമ്മൾ ഓർക്കുന്നില്ലേ, റമളാൻ ഇതാ 2 മാസം അല്ലെങ്കിൽ 1 മാസവും ചില്ലാനം ദിവസങ്ങളും മാത്രം കഴിഞ്ഞാൽ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ ഓർക്കുന്നില്ലേ, റമളാൻ മെഞ്ഞാന്നോ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞതുപോലെയല്ലേ നമുക്ക് തോന്നുന്നത്? ഇതാ അടുത്ത മാസം പകുതിക്ക് നമുക്ക് റമളാൻ കടന്നു വരികയാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ദിനരാത്രങ്ങൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത്. ഇതാണ് ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ചില ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പറയുമെന്നാണ്, നമ്മൾ ദുനിയാവിൽ 10 ദിവസം മാത്രമാണ് താമസിച്ചത് എന്ന്.
വെറും 10 ദിവസം മാത്രമാണ് നമ്മൾ ദുനിയാവിൽ ജീവിച്ചത് എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലെ മാന്യവനായ ഒരു വ്യക്തി പറയുമെന്നാണ്, നമ്മൾ ഒരു ദിവസം മാത്രമാണ് ദുനിയാവിൽ ജീവിച്ചത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് ദുനിയാവിന്റെ നിരർത്ഥകത. മറ്റൊരായത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഒരു ദിവസം മാത്രം ജീവിച്ചു എന്ന് പറയുന്ന ആളുകളും. നോക്കൂ സഹോദരങ്ങൾ, ഇതാണ് ദുനിയാവ്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ പലതും വാശിയോടുകൂടി പിടിച്ചു വെക്കുന്നുണ്ടല്ലോ, പലതും വിട്ടുകൊടുക്കാതിരിക്കുന്നുണ്ടല്ലോ. എന്താണ് നാളെ ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ? അന്നൊരു കാര്യവും ദുനിയാവിൽ നമുക്ക് ഉപകാരപ്പെടുകയില്ല. നമ്മുടെ അമലല്ലാതെ, നമ്മുടെ സൽപ്രവൃത്തി അല്ലാതെ നമുക്ക് ഉപകാരപ്പെടുകയില്ല. അതിനാൽ സഹോദരങ്ങളെ, സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യട്ടെ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, നമ്മൾ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ, ഒരു ദിവസം എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്, എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്. 5 വക്ത് നിസ്കാരത്തിൽ നമ്മൾ ഏർപ്പെടുക, റബ്ബിന് തൃപ്തിയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, ആളുകൾക്ക് നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് അവരോട് നന്മയിൽ വർത്തിക്കുക, അവർക്ക് നന്മ ആഗ്രഹിക്കുക. എത്ര എളുപ്പമാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനേക്കാൾ ഉപരി റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്. ആരുടെ അവസാനത്തെ വാക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത്, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അതിനാൽ സഹോദരങ്ങളെ, റബ്ബിലേക്ക് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന മരിക്കുന്ന അടിമകളിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നഹ്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.